Hello, good afternoon. Welcome to Learning Now. നമ്മൾ ഈ വീക്കിൽ ഗേറ്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന അനലോഗ് സർക്യൂട്ട്സിന്റെ MCQ സെറ്റ് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് രണ്ട് വീക്കിൽ നമ്മൾ MCQ സെറ്റ് 1ഉം 2ഉം കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ മൂന്നാമത്തെ സെറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The gain bandwidth product of a two-stage CE amplifier. രണ്ട് two-stage CE amplifier gain bandwidth product എന്ന് പറയുന്നത് എന്തായിരിക്കും? It is same as that of one stage, greater than that of one stage, less than that of one stage, product of two gain bandwidth product of each stage. So option A is the right answer ആണ്. Same as that of the one stage. Okay. അപ്പോൾ സിംഗിൾ സ്റ്റേജിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് ഓഫ് ദി ടു സ്റ്റേജ് CE ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഫോളോയിങ് ടു നോൺ ലീനിയർ ട്രാൻസിസ്റ്റർ ബയാസിംഗ് സർക്യൂട്ട്സ് ദ റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ രണ്ട് നോൺ ലീനിയർ ട്രാൻസിസ്റ്റർ ബയാസിംഗ് സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഇതൊരു സർക്യൂട്ടാണ്, ഇതൊരു സർക്യൂട്ടാണ്. ഓക്കെ, ഇതിൽ റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. RA അതുപോലെ തന്നെ RB, ഈ രണ്ട് റെസിസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. RA ആൻഡ് RB ബോത്ത് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. രണ്ടിനും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ രണ്ടിനും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണെന്ന് പറയുന്നുണ്ട്. RAക്ക് നെഗറ്റീവും RB പോസിറ്റീവും, അതല്ലെങ്കിൽ RA പോസിറ്റീവും RB നെഗറ്റീവും ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ വരുന്നത്. RA എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് വരുന്നത്. ഓക്കെ, RAക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു നെഗറ്റീവും RB എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും ആണ് ഉള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ റൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൻസർ. ഓക്കെ, RA has the negative temperature coefficient and RB has the positive temperature coefficient. Okay. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഇൻപുട്ട് ഇംപിഡൻസ് ZI ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൽ ZI എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻപുട്ട് ഇംപിഡൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? RF വാല്യൂ തന്നിട്ടുണ്ട് 180 കിലോ, RC 2.7 കിലോ തന്നിട്ടുണ്ട്, ഒരു കപ്പാസിറ്റർ 10 മൈക്രോ ഫാരഡ് തന്നിട്ടുണ്ട്. ബീറ്റയുടെ വാല്യൂ RI is equal to R, that is ഇൻഫിനിറ്റി ഓം ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 9 വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ZI എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് 560.05 ഓം ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നോക്കാം നമുക്ക്. IB is equal to ഇക്വേഷൻ എന്താണ്? VCC minus VBE by RF plus beta RC ആണ്. അപ്പൊ ഇതിൽ നമുക്ക് VCC 9 ആണെന്ന് അറിയാം, VBE എന്ന് പറയുന്നത് 0.7 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്, RF എന്ന് പറയുന്നത് 180 കിലോ ആണ്, ബീറ്റ 200 ആൻഡ് RC is 2.7 കിലോ ആണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന IBയുടെ വാല്യൂ 11.53 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ, then have to calculate the value of IE. I is equal to beta plus 1 into IB ആണ്. അപ്പോൾ ബീറ്റ നമുക്കറിയാം, അതുപോലെ തന്നെ പ്ലസ് 1 ഇൻറ്റു IB ഇപ്പോൾ നമ്മൾ തൊട്ട് ജസ്റ്റ് ബിഫോർ ആയിട്ട് 11.53 മൈക്രോ ആംപിയർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ബീറ്റ 200 ആണ്. 200 പ്ലസ് 1 201 ഇൻറ്റു 11.53 മൈക്രോ ആംപിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.32 മില്ലി ആംപിയർ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് RE കാൽക്കുലേറ്റ് ചെയ്യാം. സോ IEയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് RE കാൽക്കുലേറ്റ് ചെയ്യാം. എമിറ്റർ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 26 മില്ലി വോൾട്ട് ബൈ II. 26 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് അറിയുന്നതാണ് അല്ലേ. So 26 millivolt by 2.32 milliampere, that is equal to 11.21 ohm എന്ന് കിട്ടുന്നുണ്ട്. Then we have to calculate the ZI input impedance, that is equal to RE divided by 1 by beta plus RC by RF. This is the equation for calculating ZI by using the values of RE, beta, RC and RF. Okay, so ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ZIയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ 11.21 that is the value of RE divided by 1 by beta, that is 1 by 200 plus RC by RF. RC എന്ന് പറയുന്നത് 2.7 കിലോ ഓം ആണ്, അതുപോലെ തന്നെ RF എന്ന് പറയുന്നത് എത്രയാണ്? 180 കിലോ, that is equal to 560.5 ഓം ആണ്. ഓക്കെ, അപ്പൊ ഈ ഇൻപുട്ട് ഇംപിഡൻസിന്റെ ഇക്വേഷൻ ആണ് RE by 1 by beta plus RC by RF. അപ്പൊ RE കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ്? RE that is equal to 26 millivolt by IE ആണ്. ഓക്കെ, അപ്പൊ IE കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് IE that is equal to നമുക്ക് എത്ര കിട്ടുന്നത്? ബീറ്റ പ്ലസ് 1 ഇൻറ്റു IB.
അപ്പോൾ അതിന് നമുക്ക് ഐ ബിയുടെ വാല്യൂ അറിയണം. ഐ ബി നമുക്ക് തന്നിട്ടില്ല, ബീറ്റ മാത്രമാണ് തന്നിരിക്കുന്നത്. സോ ഐ ബിയുടെ ഇക്വേഷൻ ആണ് ഐ ബി ദറ്റ് ഇസ് ഈക്വൽ ടു വി സി സി മൈനസ് വി ബി ഡിവൈഡഡ് ബൈ ആർ എഫ് പ്ലസ് ബീറ്റ ആർ സി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ഇക്വേഷൻസ് ആണ് നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ അല്ലെ. ഇസഡ് ഐ ദാറ്റ് ഈസ് ഇൻപുട്ട് ഇംപിഡൻസ് ഇസഡ് ഐയുടെ ഇക്വേഷൻ ആണ് നമുക്ക്, ഇസഡ് ഐയുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ 4 ഇക്വേഷൻസ് ആണ് സോൾവ് ചെയ്യേണ്ടത്. എന്നാലാണ് നമുക്ക് ഫൈനലായിട്ട് ഇസഡ് ഐയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 4 ഇക്വേഷൻസ് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ആൻ NPN ട്രാൻസിസ്റ്റർ ഹാസ് എ ബീറ്റ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ബീറ്റ ഇസ് ഈക്വൽ ഓഫ് 1 മെഗാഹെർട്സ് ആൻഡ് എമിറ്റഡ് ഷോർട്ട് സർക്യൂട്ട് ലോ ഫ്രീക്വൻസി കറന്റ് ഗെയിൻ ബീറ്റ നോട്ട് ഇസ് ഈക്വൽ ടു 200 ആണ്. ഓക്കെ, ദെൻ ദ യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി എഫ് ടി അതുപോലെ തന്നെ ആൽഫ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ആൽഫ, ഇത് രണ്ടിന്റെയും വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 200 മെഗാഹെർട്സും 201 മെഗാഹെർട്സും ആണ്. അതായത് യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി എഫ് ടി എന്ന് പറയുന്നത് 200 മെഗാഹെർട്സും ആൽഫ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ആൽഫ എന്ന് പറയുന്നത് 201 മെഗാഹെർട്സും. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, എഫ് ടി ഇസ് ഈക്വൽ ടു ബീറ്റ നോട്ട് ഇൻറ്റു എഫ് ബി ആണ്. അപ്പൊ നമുക്ക് ബീറ്റ നോട്ടും എഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് 200 മെഗാഹെർട്സ് കിട്ടി. ദെൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എഫ് ആൽഫയുടെ വാല്യൂ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ബീറ്റ ബൈ 1 മൈനസ് ആൽഫ ആണ്. സോ എഫ് ബീറ്റ ബൈ 1 മൈനസ് ആൽഫയ്ക്ക് പകരം ഞാൻ ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, സോ കാരണം എനിക്ക് ബീറ്റയുടെ വാല്യൂസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ബീറ്റ ഇൻറ്റു ബീറ്റ പ്ലസ് 1 വരും. ആ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 201 മെഗാഹെർട്സ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് എഫ് ടി ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എഫ് ബീറ്റ എന്നുള്ളൊരു വാല്യൂ, ബീറ്റ നോട്ട് ഇൻറ്റു എഫ് ബീറ്റ. അതുപോലെ തന്നെ എഫ് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ബീറ്റ ബൈ 1 മൈനസ് ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് രണ്ട് വാല്യൂസ്, രണ്ട് ഫ്രീക്വൻസിയുടെ വാല്യൂസ് കിട്ടുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് 200 മെഗാഹെർട്സ് ദാറ്റ് ഈസ് എഫ് ടി 200 മെഗാഹെർട്സും എഫ് ആൽഫ എന്ന് പറയുന്നത് 201 മെഗാഹെർട്സും ആണ് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ വോൾട്ടേജ് VCB ആൻഡ് കറന്റ് IB ഫോർ ദ CB കോൺഫിഗറേഷൻ ഓഫ് ദ ഫിഗർ ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ VCB വോൾട്ടേജ് അക്രോസ് ദി കളക്ടർ ടു ബേസും അതുപോലെ തന്നെ IB കറന്റും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 3.4 വോൾട്ട് ആൻഡ് 45.8 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ, നമുക്ക് REയുടെ വാല്യൂ 1.2 കിലോ ഓം തന്നിട്ടുണ്ട്. ബീറ്റ 60 ആണ്, VEE എന്ന് പറയുന്നത് 4 വോൾട്ട്, VCC 10 വോൾട്ട് ആൻഡ് RC എന്ന് പറയുന്നത് 2.4 കിലോ ഓം ആണ്. അപ്പൊ ഇത്രയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെയാണ്, VCB ആൻഡ് IB ആണ്. അപ്പൊ I is equal to VEE minus VBE by RE, that is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് IEയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ VCB is equal to എത്രയാണ് വരുന്നത്, VCC minus ICRC ആണ്. അപ്പൊ VCC എത്രയാണെന്ന് അറിയാം, ICRC വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് VCBയുടെ വാല്യൂ കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് IB ആണ്. IB is equal to എന്താണ്, IC by ബീറ്റ ആണ്. IC എന്ന് പറയുന്നത് എത്രയാണ്, 2.75 ഡിവൈഡഡ് ബൈ, അതായത് I is equal to IC എന്നുള്ളൊരു അപ്രോക്സിമേഷൻ ആണ്. സോ 2.75 മില്ലി ആംപിയർ ബൈ ബീറ്റ 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45.8 മൈക്രോ ആംപിയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, IE യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. I കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് അപ്രോക്സിമേഷൻ IC ഇതിലുള്ള എത്രയാണെന്നുള്ളത് എടുക്കാൻ പറ്റുള്ളൂ. സോ IEയുടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, VCB ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, VCC മൈനസ് ICRC ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിലും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഫൈനലി വി ഹാവ് ടു അപ്ലൈ IB is equal to IC by ബീറ്റ. അപ്പൊ ഈ വാല്യൂ കൂടി കൊടുക്കുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്തൊക്കെയാണ്, VCB അതുപോലെ തന്നെ IBയുടെ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ VCB is equal to 3.4 വോൾട്ട് ആൻഡ് IB is equal to 45.8 മൈക്രോ ആംപിയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീക്കിലെ MCQ സെറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.